പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ നന്ദനൊപ്പം എന്ന ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തു വന്നപ്പോൾ നമ്മൾ നാട്ടിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് മതേതരത്വം നിലനിർത്തണം, നമ്മുടെ രാഷ്ട്രം മതരാഷ്ട്രമായി മാറരുത്, അങ്ങനെയുള്ള മതരാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ ജാഗ്രതയോടെ നേരിടണം, നമ്മുടെ ഭരണഘടന നിലനിർത്തണം, നമ്മുടെ രാജ്യം നിലനിർത്തണം, നമ്മളില്ലെങ്കിൽ ഈ രാജ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ അതിശക്തമായി നടക്കുന്നു. ഈ റോഡിൽ നടക്കുമ്പോൾ അനൗൺസ്മെന്റ് കേൾക്കുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് നാട്ടിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്താണ് പൗരത്വ നിയമ ഭേദഗതി? എന്താണ് ഈ മതേതരത്വം? നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം എന്ന് എഴുതി വെച്ചിട്ടുള്ളതുകളും നമ്മൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരുമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലോ അല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ നമുക്ക് പറയാം, കേരളത്തിലാണല്ലോ ഈ മതേതരത്വവും പൗരത്വ ഭേദഗതിയും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതും ഏറ്റവും അധികം തിരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ തന്നെ പറയാം, മതേതരത്വം കേരളത്തിൽ എവിടെയാണ് നടത്തിയിട്ടുള്ളത്? ഈ മതേതരത്വത്തിന് വേണ്ടി പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും ഒരു മണ്ഡലം തിരഞ്ഞെടുക്കുമ്പോൾ, തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ തീരുമാനിക്കുമ്പോൾ മതം പരിഗണിക്കുന്നില്ലേ? ജാതി പരിഗണിക്കുന്നില്ലേ? പിന്നെ എവിടെയാണ് ഈ മതേതരത്വം? അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പാർട്ടി കമ്മിറ്റികളിൽ പാർട്ടി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പാർട്ടി കമ്മിറ്റികളിൽ പാർട്ടി അംഗങ്ങളെ തിരഞ്ഞെടുത്ത് പാർട്ടി പ്രവർത്തനത്തിന്റെ മാനദണ്ഡം വെച്ചിട്ടാണ് സാധാരണ പണ്ട് ഈ പാർട്ടികളിൽ പാർട്ടി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നന്നായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരെ ഉയർന്ന കമ്മിറ്റിയിൽ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അങ്ങനെ ഏതെങ്കിലും കമ്മിറ്റികളിൽ കൊണ്ടുവരും. എന്നാൽ ഇപ്പോൾ കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കുന്നത് പാർട്ടി പ്രവർത്തനത്തിന്റെ ആ ഊർജിതാവസ്ഥ അത്രയും ആത്മാർത്ഥമായി സജീവമായി പ്രവർത്തിക്കുന്ന ആളിനെയാണോ കൊണ്ടുവരുന്നത്? പാർട്ടി കമ്മിറ്റികളിൽ പോലും ജാതി മത സന്തുലിതാവസ്ഥ നിലനിർത്താൻ, ആ ഒരു സമവാക്യം നിലനിർത്താൻ ശ്രമിക്കുന്നില്ലേ? നന്നായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ട്, തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് നിനക്ക് പിന്നീട് നല്ലൊരു അവസരം തരാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളിനെ ഉൾപ്പെടുത്തേണ്ടി വരുന്നത് എത്രയോ നമ്മൾ കാണുന്നതാണ്. പാർട്ടി കമ്മിറ്റികളിൽ ജാതിയും മതവും ഒക്കെ പരിഗണിക്കാൻ വരുന്നവരാണ് ഈ മതേതരത്വത്തെക്കുറിച്ച് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ അവിടെയാണ് നമ്മൾ കാപട്യം കാണുന്നത്. പോട്ടെ, നമുക്ക് ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് സംസാരിക്കാം. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നതാണ് പൗരത്വ ഭേദഗതി നിയമം. ഇവിടെ ഈ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം, ഇപ്പോൾ നമ്മൾ മലയാള സിനിമയിലുമൊക്കെ കാണുന്നിട്ടുള്ളതാണ് ഈ പീഡന രംഗങ്ങൾ അല്ലെങ്കിൽ ബലാത്സംഗ രംഗങ്ങളൊക്കെ. ബാലങ്കയ്യ നായർ ഇപ്പോൾ ജയഭാരതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർ വീട്ടിലുള്ളപ്പോൾ അവരെ വീട്ടിൽ കടന്നു കയറി ആക്രമിക്കുന്നു. അവർ പേടിച്ചിറങ്ങി ഓടുന്നു. വസ്ത്രങ്ങളൊക്കെ പകുതിയൊക്കെ ഈ അക്രമി വലിച്ചു കീറുന്നു. ആ ശരീരത്തിൽ അവിടെ ഇവിടെയും പോറലും നഖപ്പാടുകളുമുണ്ട്. അവർ ഇറങ്ങി ഓടി വരുന്നു. ഒരു സാധാരണ ഒരാളിൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്നു. വീട്ടിൽ ചെന്ന് കയറിയിട്ട് എനിക്ക് അഭയം തരണേ എന്ന് പറയുന്നു. അങ്ങനെ അഭയം തരണേ എന്ന് പറയുമ്പോൾ അയാൾ ആ വീട്ടിൽ കയറ്റി ആ കുട്ടിക്ക് അഭയം കൊടുക്കുന്നു. അവർക്ക് വസ്ത്രവും ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ അവർ തയ്യാറാകുന്നു. അപ്പോഴേക്കും ഈ പീഡകനായ അല്ലെങ്കിൽ ഈ വേട്ടക്കാരനായ ബാലങ്കയ്യ നായരും പിറകെ ഓടി വന്നിട്ട് ആ വീട്ടിൽ കയറിയിട്ട് എനിക്കും ഇവിടെ അഭയം തരണമെന്ന് പറയുന്നു. അത് എൻ്റെ മാനുഷികമായ ഒരു കാര്യമാണ്. എന്നെ മാത്രം നിങ്ങൾ എന്തിന് മാറ്റി നിർത്തുന്നു? എൻ്റെ ജാതി നോക്കി എന്നെ മാറ്റി നിർത്താൻ പാടില്ല. എന്നെയും നിങ്ങൾ ഇവിടെ സ്വീകരിക്കണം. ഞാനും നിങ്ങളോട് ഈ പെൺകുട്ടി നിങ്ങളോട് അഭയം ചോദിച്ചതുപോലെ ഞാനും നിങ്ങളോട് അഭയം ചോദിക്കുന്നു. എനിക്കും ഈ വീട്ടിൽ ഇടം തരണം എന്ന് പറയുന്നു. അപ്പോൾ ആ വീട്ടുടമ പറയുന്നു, ഒരു കാരണവശാലും നിനക്ക് ഇടം തരാൻ കഴിയാം. നീ അവിടുത്തെ പ്രമാണിയാണ്, ആ നാട്ടിലെ പ്രമാണിയാണ്, അവിടെയുള്ള ഈ പെൺകുട്ടികളെയും പാവങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നവനാണ്. അപ്പം നീ അവിടുത്തെ ഒരു വേട്ടക്കാരനാണ്, ക്രൂരനാണ്. അതുകൊണ്ട് നീ തിരിച്ചു പോവുക. നിനക്ക് ഈ വീട്ടിൽ ഒരു കാരണവശാലും ഞാൻ അഭയം തരില്ല. നിനക്കൊരു തുള്ളി വെള്ളം പോലും ഞാൻ ഇവിടെ നിന്ന് തരില്ല, പൊയ്ക്കോ എന്ന് പറയുന്നത്. അപ്പം അയാൾ പറഞ്ഞു, ഇത് മതേതരത്വം അല്ല, നിങ്ങൾ ഈ കാണിക്കുന്നത് മനുഷ്യാവകാശത്തിന് ലംഘനം എന്ന് പറയുന്നു. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് കുറച്ചു പേര് മാറി നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരും വന്ന് നേരെ ഈ വീട്ടുകാരനോട് തട്ടിക്കയറും. എന്ത് ന്യായമാണ് നീ കാണിക്കുന്നത്? ഒരാളിന് അഭയം കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് അഭയം കൊടുത്തുകൂടാ എന്ന് മറ്റുള്ളവർ ചോദിക്കുന്നു. ഈ ചോദിക്കുന്ന ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടതുപക്ഷക്കാരാണ്. അവരത് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കഥ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പീഡിപ്പിക്കുന്നവരായ കുറെ ആൾക്കാരാണ് അയൽ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ഓടി വന്ന് അഭയം ചോദിച്ചിരിക്കുന്നത്. അത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. അവർ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചു കാലമായിട്ട് ഇവിടെ വന്ന്
പേടിച്ച് അവിടുത്തെ പീഡനം സഹിക്കവയ്യാതെ, അവിടുത്തെ അക്രമങ്ങൾ സഹിക്കവയ്യാതെ അവർ ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്ന് ടെൻറ്റും അടിച്ചും ചെറിയ ചെറിയ കൂരകൾ വെച്ചും പിന്നെ അനധികൃതമായിട്ട് ഇവിടെ കുടിയേറി ഇവിടെ നമ്മുടെ രാജ്യത്ത് ജീവിക്കുകയാണ്. അവർ അനധികൃതമായിട്ട് തന്നെയാണ് ഇവിടെ വന്ന് കയറിയിരിക്കുന്നത്. ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തു നിന്ന് കുറെ ആൾക്കാർ അനധികൃതമായിട്ട് വന്ന് കയറുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അവർ വേണമെങ്കിൽ രാഷ്ട്രീയ അഭയാർത്ഥികളായിട്ട് സ്വീകരിച്ച് ഈ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അതാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് പീഡനം സഹിക്കവയ്യാതെ അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ വന്നവർക്ക് ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ അഭയം തരാമെന്ന് പറയുന്നു. പക്ഷെ അഭയം തരണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാകണം. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ അഭയം തരാൻ കഴിയില്ല. ഒരു രാജ്യത്തിനും പിന്നെ ഈ കുടിയേറി വരുന്നവർക്ക് അല്ലെങ്കിൽ നുഴഞ്ഞു കയറി വരുന്നവർക്ക് അനധികൃതമായി വരെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ, ഭാരതത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ 3 രാജ്യങ്ങളിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അതുപോലെ ബംഗ്ലാദേശിൽ നിന്നും അവിടുത്തെ പീഡനം സഹിക്കവയ്യാതെ 6 ജനവിഭാഗക്കാർ, അതായത് പിന്നെ ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാഴ്സികൾ, ബുദ്ധമതക്കാർ, ഹിന്ദു മതക്കാർ, അങ്ങനെ തുടങ്ങിയ 6 മതവിഭാഗത്തിൽപ്പെട്ടവർ ഈ അവിടെ ന്യൂനപക്ഷങ്ങളാണ്. ഈ 3 രാജ്യങ്ങളിലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ന്യൂനപക്ഷങ്ങളാണ്. അപ്പോൾ അവിടെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടും അവിടെ പീഡനമുള്ളത് കൊണ്ടും നിർബന്ധിത മത പരിവർത്തനമുള്ളത് കൊണ്ടും നിർബന്ധമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് കൊണ്ടും അവിടെ 2ാം കിട 8ാം കിട പൗരന്മാരായിട്ട് ജീവിക്കേണ്ടി വരുന്നത് കൊണ്ടും സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഓടി ഇന്ത്യയിൽ വരുന്നത്, ഇന്ത്യയോട് അഭയം ചോദിച്ച് ഇവിടെ വന്ന് കിടക്കുന്നത്. എത്ര കാലം നമുക്ക് അവർക്ക് അഭയം കൊടുക്കാതിരിക്കാൻ പറ്റും? അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ തിരിച്ചു പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്, ഒരു ക്രൂരത തന്നെയാണ്. അവരെ തിരിച്ചും കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ള സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിനുള്ളത്. ഇവിടെ കച്ചവടം നടത്താൻ വന്നപ്പോൾ നമ്മൾ അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതാണ് പോർട്ടുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ. അവരെല്ലാം പിന്നീട് നമ്മളെ അടിമകളാക്കി വെച്ചതും നമുക്ക് കണ്ടതാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ആ മര്യാദ അനുസരിച്ച് അവർക്കെല്ലാം എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതാണ്. ഇവിടെ പിന്നെ പ്രചരണത്തിന് വന്നപ്പോൾ അവർക്ക് വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത സംസ്കാരമുള്ളവരാണ് നമ്മളെ ഭാരതീയർ. അത് പിന്നെ അമ്പലം നിർമ്മിക്കാൻ വെച്ചിരുന്ന സാധനങ്ങൾ പോലും എടുത്ത് പള്ളി നിർമ്മിക്കാൻ കൊടുത്ത് അവരുടെ ആരാധനാലയം നിർമ്മിക്കട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് കൊടുത്ത സംസ്കാരവും പാരമ്പര്യമുള്ളവരാണ് നമ്മുടെ കേരളവും നമ്മുടെ ഭാരതവും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇവിടെ വന്ന് അഭയം പ്രാപിച്ചവർക്ക് നമ്മൾ അഭയം കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർക്ക് അഭയം കൊടുക്കണമെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കണം. അങ്ങനെ അവർക്ക് പൗരത്വം കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള പൗരത്വ നിയമത്തിൽ ചില ഭേദഗതി വരുത്തണം. കാരണം ഇപ്പോഴാണെങ്കിൽ 11 വർഷം കഴിഞ്ഞാൽ മാത്രമേ, ചില രേഖകളെല്ലാം ഹാജരാക്കിയാൽ മാത്രമേ അവർക്ക് പൗരത്വം കൊടുക്കാവൂ എന്നാണ് നമ്മുടെ പൗരത്വ നിയമം നിലവിലുള്ളത്. 1955 പൗരത്വ നിയമം അനുസരിച്ച് അങ്ങനെയാണുള്ളത്. എന്നാൽ ആ പൗരത്വ നിയമത്തെ ഒന്ന് ചെറുതായി ഭേദഗതിയായിട്ട് അവർക്ക് ഈ പിന്നെ അവിടെ നിന്ന് ഓടി വന്ന് അഭയം തേടി ഇവിടെ വന്ന് കിടക്കുന്ന ഈ പാവങ്ങളായ ഇവർക്ക് ഈ എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവർ, അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി, സിഖ്, പിന്നെ ബുദ്ധ തുടങ്ങിയ എല്ലാ വിധത്തിൽപ്പെട്ടവർക്ക് പിന്നെ അഭയം കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതും അവർക്ക് 5 വർഷമെങ്കിലും ഉള്ളവർക്ക് ഒരു 10-30,000 പേർക്ക് അത് ഗുണമുണ്ടാകുന്നതാണ്. 30,000 ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും. അങ്ങനെയാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതും അവർക്ക് എല്ലാവർക്കും പൗരത്വം കൊടുക്കാൻ ഈ നിയമം അനുസരിച്ച് തീരുമാനിക്കുകയും ചെയ്തു. അതിൽ ഒരു വിഭാഗത്തിന് പൗരത്വം കൊടുക്കേണ്ട കാര്യമില്ല എന്നും പ്രത്യേകിച്ച് എഴുതി വെച്ചു. അല്ലെങ്കിൽ അവിടെ നിന്ന് വന്ന എല്ലാവർക്കും, അതുകൊണ്ടാണ് ഈ 6 പേരുടെ പേര് തന്നെ പറഞ്ഞത്. പിന്നെ ക്രിസ്ത്യാനികൾ, സിഖുകാർ, ബുദ്ധിസ്റ്റുകൾ, അതുപോലെ പാഴ്സികൾ, അതുപോലെ ഹിന്ദുക്കൾ, ഇങ്ങനെ തുടങ്ങി എല്ലാവർക്കും ആണ്. അവിടെ മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല എന്നും ഈ പൗരത്വ നിയമത്തിൽ പറഞ്ഞു. എന്തിനാണ് മുസ്ലിം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇവിടെ ഏറ്റവും വലിയ രാജ്യം മതേതരത്വ രാജ്യമല്ലേ, നമ്മുടെ രാജ്യം മതേതര ഭരണഘടനയുള്ളതല്ലേ, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട എന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചു, എന്തുകൊണ്ട് പറഞ്ഞു? അതാണ് അനാവശ്യം, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പം നടക്കുന്നത്. എന്തായാലും അത് കുറേ കാലം അതിൻ്റെ തർക്കങ്ങളൊക്കെ നടന്നു. പക്ഷേ അവിടെ ഈ പറയുന്ന 3 രാജ്യങ്ങളും മുസ്ലിം മത അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടന നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ശരീഅത്ത് നിയമത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടന വച്ചു പുലർത്തുന്ന രാജ്യങ്ങളാണ് ഈ 3 രാജ്യങ്ങളും. അപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവിടുത്തെ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നതും നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും മുസ്ലിം ജനതയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ എല്ലാ സംരക്ഷണവും സുരക്ഷിതത്വവും ഭരണഘടനാപരമായി തന്നെ ഈ മുസ്ലിം ജനതയ്ക്ക് ഉണ്ട്. അപ്പോൾ അവർ പിന്നെ ഇവിടെ ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് ഈ പീഡനം സഹിക്കുന്ന, അവിടെ
അവരുടെ രാജ്യങ്ങളിൽ അവർ പീഡനം സഹിക്കുന്നവരല്ല, അവർ അക്രമം സഹിക്കുന്നവരല്ല, അക്രമം അവർക്ക് അനുഭവിക്കുന്നത് അവരാണ് മറ്റുള്ളവരെ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ രാജ്യത്ത് വന്നിട്ട് അഭയാർത്ഥികളായിട്ട് ഇവിടെ വന്ന് വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് പൗരത്വം കൊടുക്കേണ്ടതില്ല. എന്നാൽ മറ്റുള്ളവർ കൊടുക്കണം എന്ന് പറഞ്ഞ സംസ്കാരം നമ്മൾ ഭാരതത്തിൻ്റെ വിശാല സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. അതിനെതിരായിട്ടാണ് ഇവിടെ ഇങ്ങനെ പ്രചരണം കുറേ കാലമായിട്ട് പച്ചയ്ക്ക് കള്ളപ്രചരണം നടത്തിക്കൊണ്ട് പൗരത്വ ഭേദഗതി എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളെ മുഴുവനും ഈ പൗരത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് പൗരത്വം ഇല്ലാതെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമ്പുകൾ ഉണ്ടാക്കി അവരവിടെ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ക്യാമ്പുകൾ, ജയിലുകൾ പലതും മോദി സർക്കാർ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ കപ്പലിൽ കയറ്റി അവരെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കൊണ്ട് തള്ളും എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം നടക്കുന്നു. സത്യത്തിൽ ഇത് പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ നിരക്കുന്നതല്ല, കള്ളം തന്നെയാണ്. എപ്പോഴും ഏത് സമയത്തും മെയിൻ സ്ട്രീമിൽ നിൽക്കാതെ നേരെ ചൊവ്വേ ചിന്തിക്കാതെ പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ ജനത എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനേക്കാളും കേരളത്തെ തെറ്റായ വഴിയിൽ കൂടെയാണ് ചിന്തിപ്പിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരണം മുഴുവനും കേരളത്തിലെ ജനങ്ങൾ കുറേയൊക്കെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. വിശ്വസിക്കട്ടെ, അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, സ്വതന്ത്രമായി ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ. തിരഞ്ഞെടുപ്പ് നമുക്ക് വോട്ടിലൂടെ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം.